ഡീസൽ ഓണേഴ്സ് ആണ്. അറിയാം ബജാജിന്റെ. ഇത് ബജാജ് ഡീസൽ. ബജാജ് മാത്രമേ എൻ്റെ ഉള്ളല്ലേ? ബജാജിന്റെ കളക്ഷൻ തന്നെ. ബജാജിന്റെ തന്നെ. ഓക്കെ. ഇത് പണിയെല്ലാം കഴിഞ്ഞ എല്ലാം പണി ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഉള്ള പെട്രോൾ വണ്ടി 33 വരെ പേപ്പർ ഉണ്ട്. ബജാജ് പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോറിക്ഷയിലാണ്. അവരുള്ള ഇറാനി ഓട്ടോ കൺസൾട്ടിലാണ്. അവരുടെ ലൊക്കേഷൻ തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവിലാണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നേരായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി രസമൊക്കെ സുഖമാണോ? ഹായ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം അത്യാവശ്യം എല്ലാ വണ്ടിയും പോയി. അതിൽ ഒരു ആപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ വണ്ടിയും പോയി. ഇത് 2026 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ലോൺ ഇപ്പോൾ ലോൺ സൗകര്യം CNGക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ശ്രീറാം ബാങ്കാണെന്നുള്ളത് CNGക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി 2012 വണ്ടിയാണ്. ഡീസൽ തന്നെയാണോ? ഡീസലാണ്. ബജാജ് ഡീസൽ. ബജാജ് ആറിയാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 9 മാസം പേപ്പർ. 9 മാസം പേപ്പർ ഉണ്ടല്ലേ? വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി ഫുള്ള് പണി ചെയ്തിട്ടിരിക്കുകയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിടക്കാം. എല്ലാം നല്ല രീതിയിൽ പണി ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. വേറെ പ്രശ്നം? ഇൻഷുറൻസ് 1 വർഷമുണ്ട്. ബാക്കി എല്ലാം ഉണ്ട്. ടാക്സ് ഉണ്ട്, ക്ഷേമതി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ക്ഷേമതി ഇല്ലാതെ ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് എല്ലാം ക്ഷേമതി എല്ലാം പക്കയാണ്. 9 മാസം പേപ്പർ ഉണ്ട്. 9 മാസം പേപ്പർ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപ കൊടുക്കും. ഓക്കെ. അടുത്ത വണ്ടി ഓണേഴ്സ് വണ്ടിയാണ്. അടുത്ത വണ്ടി ഓണേഴ്സ് വണ്ടിയാണ്. ഡീസൽ ആണോ? ഡീസൽ ഓണേഴ്സ് ആണ്. അറിയാം ബജാജിന്റെ. ഇത് 3 വർഷം പേപ്പറുകളുണ്ട്. 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. മോഡൽ ഏതാണ്? മോഡൽ 2012 വണ്ടിയാണ്. 2012 ആണ്. ഓക്കെ. വണ്ടിയുടെ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി മെക്കാനിക്കൊക്കെ കൊള്ളാം. കൈ ക്ലച്ച് ആക്കിയ വണ്ടിയാണ്. പവർ ക്ലച്ച് ആക്കിയ വണ്ടിയാണ്. ഓക്കെ. ക്ലച്ച് നിലവിലെ കയ്യിലാണല്ലേ? പവർ ക്ലച്ച് ആക്കിയാണ്. കൈ ക്ലച്ച് സാധാരണ ആക്കാൻ പവർ ക്ലച്ച് ആക്കാം. അങ്ങനെ പവർ ക്ലച്ച് ആക്കിയ വണ്ടിയാണ്. പവർ ക്ലച്ച് ആണ്. ഓക്കെ. അപ്പം എങ്ങനെ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത്? ഇത് 65 രൂപ കൊടുക്കാം. 65 രൂപ കൊടുക്കാം. ഓണേഴ്സ് വണ്ടി അല്ലേ? രസകട അടുത്തൊരു പെട്രോൾ വണ്ടിയാണ്. 2018 ബജാജ് പെട്രോൾ. ബജാജ് പെട്രോൾ ആണ്. 2018 18 വണ്ടി. ഓക്കെ. അപ്പോൾ പേപ്പറൊക്കെ എങ്ങനെയാണ്? 2 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. 2 വർഷം പേപ്പർ ഉണ്ട് അല്ലേ? ക്ഷേമതി ടാക്സ് എല്ലാം ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പെയിന്റിംഗ് ടാർപോയിൽ അടിച്ചിട്ടുണ്ട്. കണ്ടീഷൻ എങ്ങനെയുണ്ട് ചേട്ടാ? ഇഞ്ചിൻ എല്ലാം പക്കയാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം പണി ചെയ്തിട്ടേക്കാണ്. നല്ല വൃത്തിയായി ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ. നല്ല വണ്ടിയുടെ കണ്ടീഷൻ ടയർ ഭാഗങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ വില? ഇത് നമുക്കൊരു 95 രൂപയ്ക്ക് കൊടുക്കാം. 95 രൂപ കൊടുക്കാം. 95 രൂപ. അടുത്ത വണ്ടി 2014 വണ്ടിയാണ്. ഡീസലാണോ പെട്രോളാണോ? ഇത് ഡീസൽ വണ്ടിയാണ്. ബജാജ് ഡീസൽ. ബജാജ് മാത്രമേ എൻ്റെ ഉള്ളല്ലേ? ബജാജിന്റെ കളക്ഷൻ തന്നെ. ബജാജിന്റെ തന്നെ. ഓക്കെ. അപ്പം എങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 1 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. മോഡൽ 14. നല്ല വൃത്തിയായി പണി ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ പുത്തൻ ടയർ ഇട്ടുണ്ടല്ലേ? എല്ലാ ടയറും ഉണ്ട്. എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ ടയർ മോശം ഉണ്ടെങ്കിൽ മാറി ഇട്ട് കൊടുക്കാം. ഓക്കെ. ടാർപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടിയെല്ലാം പണി കഴിഞ്ഞ് കിടക്കാനല്ലേ ചേട്ടാ? എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുക. എല്ലാം ഫുള്ള് പണി ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേപ്പറൊക്കെ എങ്ങനെയാണ്? ഇത് പേപ്പറിൽ 1 വർഷമുണ്ട്. 1 വർഷത്തേക്കുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10. ഓക്കെ. അടുത്ത വണ്ടി 2014 വണ്ടി. ബജാജ് ഡീസൽ തന്നെയാണ്. ബജാജ് ഡീസലാണ്. ഓക്കെ. ഇതും പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം പണി ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. ഇതിൻ്റെ പേപ്പറൊക്കെ എങ്ങനെയാണ്? ഇത് ഇൻഷുറൻസ് ടാക്സി എല്ലാം പുതിയതാണ്. ആണല്ലേ? എല്ലാം പുതിയാണ്. എല്ലാം പുതിയുണ്ടല്ലേ? എല്ലാം പുതിയാണ്. എത്ര നാളത്തേക്കുണ്ട് പേപ്പറൊക്കെ? ഇത് 1 വർഷത്തേക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെ വരും? ഇത് 1.10 കൊടുക്കാം. 1.10. ഓക്കെ. അടുത്ത വണ്ടി 2018 ഓണേഴ്സ് ആണ്. 18 ഓണേഴ്സ് ആണല്ലേ? 33 വരെ പേപ്പറുണ്ട്. ഡീസലില് പെട്രോൾ വണ്ടി 33 വരെ പേപ്പറുണ്ട്. ബജാജ് പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ. 2033 വരെ ടാക്സ് ഉണ്ട്. 2033 വരെ ടെസ്റ്റ് ഉണ്ട്. എല്ലാം ഉണ്ട്. 15 വർഷത്തെ പേപ്പർ എല്ലാം ഉണ്ട്. ഓക്കെ. എല്ലാം ചെയ്തിട്ടുണ്ട്. പെയിന്റിംഗ് കാര്യം ടയർ കണ്ടീഷനും കൊള്ളാം. ഓക്കെ. പക്ഷേ വണ്ടി നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ ചേട്ടാ? എല്ലാം ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ? എല്ലാം കൊള്ളാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? എഞ്ചിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ചെയ്തു, അത് മാത്രം ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത്ര കണ്ടീഷൻ വണ്ടിയാണ്. അത്ര കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെ വരുന്നത്? ഇത് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ കൊടുക്കാം. ഈ പറഞ്ഞേക്ക് എന്തെങ്കിലും കുറയ്ക്കുമല്ലേ? കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. അടുത്തത് 2016 വണ്ടിയാണ്. ഡീസലാണ്. ഡീസൽ 2016 ഡീസൽ. ബജാജ് ഡീസൽ 2016. ഓക്കെ. ഇന്റീരിയലൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് എല്ലാം ബക്കറ്റ് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പണിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം ബക്കറ്റ് സീറ്റ് മെക്കാനിക്ക് എല്ലാം പക്കയാണ്. എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. പേപ്പർ കാര്യങ്ങൾ എങ്ങനെയാണ്? എല്ലാം 1 വർഷമുണ്ട്. 1 വർഷത്തേക്കുണ്ടല്ലേ? ക്ഷേമതി ടാക്സി എല്ലാം ഉള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? ഇത് 1.38 ചോദ്യം. 1.38. ഓക്കെ. നെഗോഷ്യബിൾ ആണോ?
അപ്പോൾ ചേട്ടാ അടുത്ത വണ്ടി CNG ബജാജ് CNG. അടുത്ത വണ്ടി 23 CNG ആണ്, 2023 മോഡൽ. ആ ബാക്കി പേപ്പറൊക്കെ ഇപ്പോൾ എത്ര വർഷം ഉണ്ട് ചേട്ടാ? പേപ്പറെല്ലാം 2 വർഷമുണ്ട്. 2 വർഷമുണ്ട്. കമ്പനി ഇറങ്ങി ആ കമ്പനി ഇറങ്ങാൻ നീറ്റുണ്ട്. ഓക്കെ. മൂലത്തര അടിച്ച വണ്ടിയാണ്, ടോപ്പ് പുതിയ അടിച്ചതാണ്. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാമല്ലോ? എല്ലാം നല്ല വൃത്തിയുള്ള ടയർ കണ്ടീഷൻ എല്ലാം പുത്തനുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം, പുതിയ ടയറുകളാണ്. CNG ആണ് ഇപ്പോൾ എങ്ങനെ വില വരുന്നത്? ഇത് 37,000 കിലോമീറ്റർ ഓടി. CNG നമ്മുടെ കിലോമീറ്റർ ആണ് നമ്മൾ നോക്കാം. 37,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മുടെ ചോദ്യം 190. ഒരാളെ ഓണർ ഒറ്റ ഉണ്ട്, 190 ചോദ്യം. ഓക്കെ. നെഗോഷ്യബിൾ ആണ്. ലോൺ 1.5 രൂപ വരെ കയറുമല്ലോ. അടുത്ത വണ്ടി CNG തന്നെയാണ്. അടുത്ത CNG ആണ്, 2022 വണ്ടിയാണ്. ഓക്കെ. അതെങ്ങനെ എത്ര കിലോമീറ്റർ ഓടി വണ്ടി? ഇത് 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ. കണ്ടീഷൻ വണ്ടിയാണല്ലോ? വണ്ടി കണ്ടീഷൻ ഉണ്ട്. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കാം കേട്ടോ. ഇത് കമ്പനി ഇറങ്ങുന്ന രീതിയിൽ കിടപ്പുണ്ട്. ആ രീതി കിടപ്പുണ്ട്. പുതിയ ടോപ്പ്. ഓണർ ഒരാൾ തന്നെയാണോ? ഒറ്റ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ വില വരുന്നത്? ഇത് നമുക്ക് 1.70 ചോദ്യം. 1.70 ചോദ്യം. ലോൺ എത്ര കയറും ഇതിൻ്റെ? ഇതിൽ 1.20 കയറും. അടുത്ത വണ്ടി? അടുത്ത വണ്ടി 2014 വണ്ടിയാണ്. ഡീസൽ തന്നെയാണ്? ഡീസലാണ്. 1 വർഷം ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉള്ളത്, ക്ഷേമതി ടാക്സ് എല്ലാം ഉള്ള വണ്ടി. ഓക്കെ. സീറ്റ് കണ്ടീഷൻ ആയിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കാണല്ലോ കേട്ടോ? എല്ലാം ഒക്കെയാണ്, കൊള്ളാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10. 1.10 കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി ആപ്പയാണ്. 2013 ആപ്പയാണ്. ഇത് 1 വർഷം ടെസ്റ്റ് ഉള്ള വണ്ടിയാണ്. ബാക്കി ഇൻഷുറൻസ് 11 മാസമുണ്ട്. ക്ഷേമതി ഇറക്കാൻ ടാക്സ് എടുത്ത് കൊടുക്കാം, മുടക്കമുണ്ട് എടുത്ത് കൊടുക്കാം, ക്ഷേമതി ടാക്സ് എടുത്ത് കൊടുക്കാം. നമ്മുടെ ചോദ്യം 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ? 1 ലക്ഷം രൂപയാണ് ചോദ്യം.